ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് റിവ്യൂ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് ഗ്രാനി. ഞാൻ ആക്ച്വലി നമ്മുടെ ഷസാമിൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതിൽ ഡയറക്ഷൻ ചെയ്തേക്കുന്നത് ഞാൻ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം വായിക്കാം കംപ്ലീറ്റ്ലി. ഇതിൻ്റെ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അനന്തരാമൻ അജയാണ്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് വിജയ് രഘു കൃഷ്ണൻ ആണ്. പിന്നെ വേറെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനാണ്. അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് അജയൻ അഡാട്ട് ആൻഡ് പിയസ്മോൻ സണ്ണി. ഇവർ രണ്ടുപേരാണ് സൗണ്ട് ഡിസൈനിങ്ങും മിക്സിങ്ങും ചെയ്തിട്ടുള്ളത്. അത് പറയാൻ പറ്റില്ല, അടിപൊളി സാധനം. ലൈക്ക് ഞാൻ ഇത് ടി വിയിലാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഈവൻ ടി വിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ആ ഒരു എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ആ ഒരു ചില സമയത്ത് ചില സൈലൻസ് ഒക്കെ ആയിരിക്കും നമ്മളെ പേടിപ്പിക്കുന്നത്. പിന്നെ ഒരു എലിവേഷൻ മൊമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കിടക്കനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് സൗണ്ട് ഡിസൈൻ ആക്ച്വലി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ VFX ആൻഡ് കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ളത് ബോബി രാജൻ ആൻഡ് ജോയിനർ തോമസ് ആണ്. പിന്നെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം അനദർ ഇത് എടുത്ത് ലൈക്ക് അനദർ ആയിട്ടുള്ള ഒരു സംഭവം. ഇതിൻ്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം പ്രദീപ് വിത്തൂര ആൻഡ് രജനി മേരി റിജി, രണ്ടുപേരെ അഭിനയിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ രണ്ടുപേരെ കോസ്റ്റ്യൂംസ് ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് അത് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഇതിനെ അഭിനയിച്ചിട്ടുള്ള രണ്ട് പേര് ഗ്രാനി ആയിട്ട് നമ്മുടെ KPSC ലീലയാണ്. അതുപോലെ തന്നെ ഇതില് മറ്റ് കഥാപാത്രം, അതായത് റോണി എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ശിവരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോറി, ക്യാരക്ടറല്ല, ശിവരാജ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. ഹാൻഡ്സ് ഓഫ് ടു ബോത്ത് ഓഫ് ദം. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ആണ് അവരുടെ പീക്ക് പെർഫോമൻസ് വരുന്നത്. അതുവരെ ഓ മൈ ഗാഡ്, എന്താ പറയാ, ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇനി അങ്ങോട്ട് പറയണത് മിക്കവാറും സ്പോയിലർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കണ്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. സോ ഞാൻ ഇത് കുറച്ച് നാളായിട്ടാണ് ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലും പറയാൻ കേട്ടോ. ഇതിൻ്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം, അവിടെ വരുന്ന ഒരു ക്യാരക്ടറാണ് റോണി, നമ്മുടെ ശിവരാജ് എന്നാണ്. അപ്പം അവിടെ വന്ന് അവിടെ കുറച്ച് വരുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരു നെഗറ്റീവ് വൈബ് അടിക്കുകയും, അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പറ്റത്തില്ല ആ ഒരു സംഭവം അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ്. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് വെക്കുമ്പോൾ ഒരു അനാഥനാണ്, ആരുമില്ല. അത് തുടക്കത്തിലൊന്നും പറയണില്ല, ടുവേഴ്സ് ദി മിഡ് പാർട്ട് ഒക്കെ ആകുമ്പോഴാണ് പറയണത്. പിന്നെ അവിടെ ഗ്രാനി എന്ന് പറഞ്ഞ KPSC ലളിത, സോറി ലളിതല്ല, KPSC ലീല, ആള് നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്മൈലൊക്കെ കൊടുത്ത്, പിന്നെ കണ്ണിലെപ്പോഴും ഒരു എന്താ പറയുക, ഒരു ആകർഷിക്കാനുള്ള ഒരു സംഭവം കണ്ണിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ കണ്ണിന് ലൈറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ കണ്ണിലോട്ട് ഇങ്ങനെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സംഭവം പോകുന്നുണ്ടായിരുന്നത്. പിന്നെ പറയുവാണെങ്കിൽ കഥ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അവിടേക്ക് റോണി എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നു. പിന്നെ അവർ ആദ്യം കുറച്ചൊക്കെ പുള്ളിക്ക് കുറച്ച് ഓഫായിട്ട് തോന്നുമെങ്കിലും പിന്നെ കുറച്ച് നാൾ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ പുള്ളി കുറച്ച് ഓഫായിട്ട് തോന്നും. പിന്നെ ഇടയ്ക്ക് ഈ ഗ്രാനി പുറത്ത് നടന്നു പോകുന്നതൊക്കെ ആയിട്ട് കാണാം. അതൊക്കെ നല്ല നല്ല സീനാണ്. മനുഷ്യൻ പേടിച്ച് ഒരുമാതിരി ഇല്ലാണ്ട് തോന്നി അതൊക്കെ കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. മെയിൻലി എന്താ പറയുക, ഒരു സ്ലോ ബേണറായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. പതുക്കെ ഒരു സ്ലോ പേസിലാണ് കാര്യം പോകുന്നത്. പക്ഷെ ആ സ്ലോ പേസ് തന്നെ വേണം ഈ ഷോർട്ട് ഫിലിമിന് പറയാനായിട്ട്. ഇത് ഷോർട്ട് ഫിലിം തന്നെയാണെന്ന് പറയാൻ എനിക്ക് അത്ഭുതമാണ്. കാരണം ഇത് സിനിമയായിട്ട് ഇറക്കേണ്ട സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ദിസ് ഇസ് എ സിനിമ, നോട്ട് എ ഷോർട്ട് ഫിലിം. എനിക്ക് അങ്ങനെ വേണം അത് പറയാനായിട്ട്.
അത്രയ്ക്കും നല്ലൊരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് പേര് വെച്ചിട്ട് എങ്ങനെ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഇതിൽ വല്ലാണ്ട് വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ കുറച്ച് ദിവസം എനിക്ക് ഈ ആള് വന്ന് ഇങ്ങനെ കഥ പറയാണ് ഇതിനെപ്പറ്റി. കഥ പറയും, ആ കഥ പറയുന്ന സീക്വൻസ് ഒക്കെ നൈസാണ്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി നമ്മളെ ഭീതിയിലാഴ്ത്തുന്നത്. നമ്മുടെ പേടി എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ കൂടി 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 ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ആ സീക്വൻസ് ഒക്കെ നല്ല അടിപൊളി ഗംഭീരമായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ടുവേർഡ്സ് ദി എൻഡാണ് നിങ്ങൾ ആക്ച്വലി കണ്ടിരിക്കേണ്ട ഒരു സംഭവം. അത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഒരു സംഭവം അവരതിൽ ചെയ്തിട്ടുണ്ട്, നല്ല കിടിലനായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതില് ഒരു ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല, എനിക്ക് പറഞ്ഞ കൂടുതലായിട്ട് പറഞ്ഞ സ്റ്റെപ്പ് ആ ഒരു സിനിമയുടെ എസൻസിനെ പോകും. സോ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ്സ്. ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഇനി ഉണ്ടായിരിക്കുന്നതാണ്. സോ താങ്ക് യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.